നടുവിൽ വെള്ളാട് ഫർലോങ്ങരയിൽ ചാരായ വാറ്റ് പിടിക്കാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ CH നസീബിന് പരിക്കേറ്റു. പോലീസ് എത്തിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയത്. ചാരായ വാറ്റിന് ഒരാളെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ കൊണ്ടാക്കാൻ പറ്റുന്ന ആക്ക് എത്ര പേര് ആക്കുന്ന പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടാക്കാൻ എന്നെ കയ്യിൽ ആക്ക് എത്ര പേര് ആക്കുന്നു നിങ്ങളെ വണ്ടി വിളിച്ച് ആവശ്യമില്ല നിങ്ങൾ അത് വാങ്ങിക്കൊടുക്കുന്ന ആരാണ്ട് നമ്മളെ കേസി വാങ്ങിച്ചു കൊടുക്കും. കേസി എന്ന് പറയുമ്പോൾ കേസിയാ? കേസി രാഘവൻ. പിന്നെ വേറെ ആരാ? പിന്നെ ആരുടെ പേര് പറ? പിന്നെ വേറെ അടുത്ത നമ്മള് എന്താണ് അവളെ വീട്ടുപേര് പറയല്? CMB മനു അല്ലേ? പിന്നെ വേറെ ആരാ? വേറെ പിന്നെ ആരാന്ന് അങ്ങനെ കൊറേ പേരുണ്ട്. അങ്ങനെ എല്ലാരുടെ പേര് നമുക്ക് പറയാൻ കാണിച്ചു തരുമോ? എല്ലാരുടെ പേരും നമുക്കറിയില്ല. കാണിച്ചു തരും. കണ്ടറിയൂലേ? കണ്ടറിയോ? ഇടക്കല്ലെങ്ങനെ വരും. ചാരായ വാറ്റ് നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടുവിൽ വെള്ളാട് ഫർലോങ്ങരയിൽ എത്തിയ എക്സൈസ് സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അംബേദ്കർ നഗറിൽ നടന്ന റെയ്ഡിൽ 3.5 ലിറ്റർ ചാരായവും 10 ലിറ്റർ വാഷും കാറിൽ നിന്നും എക്സൈസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ അംബേദ്കർ നഗറിലെ P. ബിജേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബിജേഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെയാണ് ഒരു സംഘം സംഘടിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. മനു, സേതു, രഞ്ജിത്ത്, മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആളുകൾ സംഘടിച്ച് ആക്രമണം നടത്തിയത്. ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ CH നസീബിന്റെ കാലിന് മൂർച്ചയേറിയ കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കൈകൾ തിരിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. CH നസീബ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ആലക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് വൻതോതിൽ വാറ്റ് ചാരായം നിർമ്മിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം റെയ്ഡിനെത്തിയത്. ചാരായം വാറ്റുന്ന സ്ഥലത്തെക്കുറിച്ചും എക്സൈസ് സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ സംഘത്തിന് ഒത്താശ ചെയ്യുന്ന ചിലരുടെ വിവരങ്ങളും എക്സൈസ് ശേഖരിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർമാരായ K. അഹമ്മദ്, VV ബിജു, പ്രിവന്റീവ് ഓഫീസർ C. പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ V. ധനേഷ്, V. ശ്രീജിത്ത്, പ്രജിൽ കുമാർ KP, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ M. മുനീറ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വ്യാജവാറ്റ് മയക്കുമരുന്ന് സംഘത്തിനെതിരെ ശക്തമായ നടപടിയാണ് ആലക്കോട് എക്സൈസ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ടുതന്നെ വ്യാപകമായ ഭീഷണിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകാറുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പോലീസും ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രദേശത്ത് പോലീസും റെയ്ഡ് നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.